ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു ആദ്യ മിനിറ്റിലെ പെർഫോമൻസ് ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 24,700 എന്നുള്ള ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 6 സെഷനുകളിലെ കോൺസിക്യൂട്ടീവ് സെഷനുകളിലെ ഇടിവിന് ശേഷം മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് ഇനി മുന്നോട്ട് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് പ്രധാനപ്പെട്ട ലെവൽസ് വാച്ച് ചെയ്യുന്നത്? നമ്മുടെ കഴിഞ്ഞ വീക്കിലെല്ലാം തന്നെ ഡൗൺ ഫോൾ ആയിരുന്നു. നമ്മൾ ചില സപ്പോർട്ടുകൾ പ്രത്യേകിച്ച് 25,000 എന്ന സപ്പോർട്ട് എടുക്കും, അതിനുശേഷം മുന്നോട്ട് പോകുമെന്നല്ല പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് മാർക്കറ്റ് അവിടെ നിന്നും ഫോൾ ചെയ്യുന്നതാണ് കണ്ടത്. ബട്ട് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ 24,400 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അതൊരു സ്ട്രോങ് സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യവും അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതേ സമയവും അതിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിന്റെ അടുത്ത് വന്നിട്ടില്ല. ആ ഒരു ലെവലാണ് സപ്പോർട്ടായിട്ട് ഇപ്പോഴും ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതോടൊപ്പം നമ്മൾ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി അതിന്റെ സപ്പോർട്ട് ഫോൾ ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ അത് കുറച്ചുകൂടെ ഫോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. PSU ബാങ്ക്സ് ആണ് ഒരു പരിധിവരെ ബാങ്ക് നിഫ്റ്റിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്താണ്. ഏത് നിമിഷവും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മൊമെന്റം വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അഗെയിൻ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞതുപോലെ ഒരു കോഷ്യസ് ട്രേഡ് ആയിരിക്കും നമുക്ക് നല്ലതായിട്ട് വരുന്നത്. 24,400 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അതേപോലെ തന്നെ 25,000 അവിടെ 25,100 ഇതെല്ലാം തന്നെ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അപ്പോൾ വളരെയധികം ശക്തമായ ഒരു മൂവ്മെന്റ്സ് വന്നാൽ മാത്രമേ നമുക്ക് ഈ റെസിസ്റ്റൻസ് പോയിന്റ്സിനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു സോൺ തന്നെയാണ് എന്റെ നിഫ്റ്റിയിൽ. ഏതായാലും സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PSU ബാങ്ക് ഇൻഡെക്സ് തന്നെയാണ് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് നിലകൊള്ളുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് സാർ വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവൽസുകൾ കൂടി 55,000 ബ്രേക്ക് ചെയ്തതോടുകൂടി നമ്മൾ കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ അത് കണ്ടതാണ്. 3,600 ആ ലെവലാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലെവൽ, ഇമീഡിയറ്റ് ഉള്ള ഒരു ലെവൽ എന്ന് പറയാനായിട്ട്. അതിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുൾ ബാക്ക് സംഭവിക്കാം. ബട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നു PSU ബാങ്ക്സിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു വളരെയധികം ശക്തമായ ഒരു ഡൗൺഫോൾ ഉണ്ടാവാനുള്ള സാധ്യത ഇമീഡിയറ്റ് ഇല്ല. എങ്കിലും നമുക്കത് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക ആണ്. ഈ മൂവ്മെന്റ്സ് റെസിസ്റ്റഡ് ആണ്. നമ്മളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം വോൾട്ടാലിറ്റി കുറവുള്ള ഒരു സമയമാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നത് PSU ബാങ്ക്സിന്റെ മൂവ്മെന്റ്സ് കൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. ഒരു സപ്പോർട്ടീവ് പോയിന്റ്സ് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നിന്ന് കിട്ടിയാൽ മാത്രമേ വലിയൊരു മൂവ്മെന്റ് അതിൽ സാധ്യതയുള്ളൂ. അത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നല്ലത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എറ്റേണൽ, അതായത് സൊമാറ്റോയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 2% കൂടുതൽ ഒരു മുന്നേറ്റം തുടക്കം മുതൽ തന്നെ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. സൊമാറ്റോയുടെ എറ്റേണലിന്റെ ഒരു ചാർട്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു 22-ാം തീയതി സെപ്റ്റംബറിൽ തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ഒരു 343 രൂപ എന്നുള്ളൊരു റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 327 രൂപ എന്നുള്ളൊരു നിലവിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനിയും ഒരു മുന്നോട്ട് പോക്ക് ഈ സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? നിലവിലത്തെ ഒരു സ്ഥിതിയിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? 340 ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കേണ്ടത് ഈ 300, 320 അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ തന്നെ ഒരു സപ്പോർട്ടീവ് സോൺ ആണ്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നത് ഇതെല്ലാം തന്നെയാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇടയ്ക്ക് നല്ല കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് വരുന്നത് അത് നമ്മൾ കാണാറുണ്ട്. ഈ ഒരു ആക്ഷൻസ് ഇന്നത്തെ ഒരു പോസിറ്റീവ് മൂവ്മെന്റിനെ കണ്ടിന്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. സോ എനിക്ക് തോന്നുന്ന ഒരു 340, 360 കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് ഒരു ഷോർട്ട് ഓർ പീരീഡ് ഓഫ് ടൈം. ബട്ട് വോളിയം നമ്മൾ അതിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. എബോ ആവറേജ് വോളിയം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു ട്രേഡിൽ നോക്കുക. ദെൻ ഒരു പോസിറ്റീവ് ന്യൂസ് കാര്യങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു മൊമെന്റം ഗെയിൻ ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആണ് അടുത്തൊരു സ്റ്റോക്ക്. ഇന്നിപ്പോൾ തുടക്കത്തിൽ തന്നെ 2% കൂടുതൽ സ്റ്റോക്ക് താഴെ പോയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ക്വാർട്ടറിലെ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്വാർട്ടറിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകളിൽ ഒരു ഫ്ലാറ്റ് ടു സിംഗിൾ ഡിജിറ്റ് ആണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലീവറിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? കമ്പനി ഔട്ട്ലുക്ക് തീർച്ചയായിട്ടും അതിനെ അങ്ങോട്ട് തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. കാരണം കമ്പനി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആണ് എല്ലാ സമയങ്ങളിലും പുറത്തുവിടാറ്. ബട്ട് ഈ സെക്ടറിനെ സംബന്ധിച്ച് വളരെയധികം എക്സ്പെക്ടേഷൻസ് നിലനിൽക്കുക. പ്രത്യേകിച്ച് കൺസ്യൂമർ ഒരു തീമായിട്ട് വരുന്ന സമയത്ത്, ഫെസ്റ്റിവൽ വരുന്ന സമയത്ത്, ഈ സമയത്തെല്ലാം തന്നെ ഈ സെക്ടറിനെ സംബന്ധിച്ച് വളരെയധികം
എക്സ്പെക്ടേഷൻസ് നിലനിൽക്കുകയാണ്. അപ്പോൾ അത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ആ ഒരു കോമ്പറ്റീഷനിലേക്ക് അവരുടെ എക്സ്പെക്ടേഷൻ സിംഗിൾ ഡിജിറ്റിൽ ആയിപ്പോയത് കൊണ്ടായിരിക്കാം ഒരു സ്റ്റോക്സ് ഒരു പക്ഷേ ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത്രത്തോളം ഫോളോ ചെയ്യാൻ സാധ്യത കുറവാണ്. ഈ ലെവലിൽ, അതായത് ഈ 2400 480 തന്നെ ഒരു സപ്പോർട്ട് സോൺ ആണ്, ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മുന്നോട്ട് വരാൻ പോകുന്ന ഒരു മൊമെന്റത്തിന്റെ സ്പീഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് അപ്സൈഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2700 ആണ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഷോർട്ട് ടേം പോയിന്റ് ഓഫ് ടൈമിൽ പറയാനായിട്ട് കഴിയുന്ന ഒരു റെസിസ്റ്റൻസ്. അപ്പൊ അതിന്റെ മൊമെന്റം അതിനെ ഈ കമന്ററിയോട് കൂടി അതിനെ ലിമിറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ലിമിറ്റഡ് അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ് ഇപ്പൊ പറയാൻ കഴിയുന്നത്. അനീഷ് സർ, അടുത്തായിട്ട് PG ഇലക്ട്രോപ്ലാസ്റ്റിന്റെ സ്റ്റോക്ക് ഇന്നിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു 2% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ എക്സ്പാൻഷൻ പ്ലാൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. PG ഇലക്ട്രോപ്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ജനുവരിയിലായിരുന്നു 1054 രൂപ എന്നുള്ള ഒരു റേഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? ടെക്നിക്കലി എത്രമാത്രം നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? വലിയൊരു മൊമെന്റം കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് വേസ് മൊമെന്റമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 2-3 months ആയിട്ട്, അതുപോലെ ജൂലൈ വരെയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ്, അത് നമ്മൾ സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷമാണ് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഓഗസ്റ്റിലാണ് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. സെപ്റ്റംബറിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ആ വലിയ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ വന്നെങ്കിൽ പോലും ആൾറെഡി അത് ഒരു കറക്റ്റീവ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു കറക്റ്റീവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു മോഡിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ആ ഒരു മോഡ് വരുന്നത് വരെ, അല്ലെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇതിന്റെ ഒരു ടോപ്പർ ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിരുന്നു. അതിനുശേഷമാണ് ഒരു ഫോൾ സംഭവിച്ചിരിക്കുന്നത്. സോ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 500 ലെവലിൽ ഒരു നല്ല സപ്പോർട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ്. 480 500 ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും വോളിയം ഗെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാവുന്നതായിരിക്കും നല്ലത്. താങ്ക് യു സോ മച്ച് അനീഷ് സർ.